പാലക്കാട്ട് ബ്രൂവറി കമ്പനി വാങ്ങിയ ഭൂരേഖകൾ വില്ലേജ് ഓഫീസിലില്ലെന്ന് മുൻ MLA അനിൽ അക്കര. വിവരാവകാശ മറുപടിയിൽ രേഖകൾ കാണാനില്ലെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയെന്നും അനിൽ അക്കര പറഞ്ഞു. ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയത് പിൻവലിക്കണമെന്നും അനിൽ അക്കര ആവശ്യപ്പെട്ടു. എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഒയാസിസ് കമ്പനി വാങ്ങിയ ഭൂമികളുടെ മുന്നാധാരങ്ങളോ പട്ടയങ്ങളോ ആധാര രേഖകളോ ഒന്നും തന്നെ കാണാനില്ല എന്ന ഗുരുതരമായ വിഷയമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കാനുള്ളത്. ഈ കമ്പനി 2 വർഷം മുമ്പ് വാങ്ങിയ ഭൂമികൾ എങ്ങനെയാണ് പോക്കുവരവ് ഈ വില്ലേജ് ഓഫീസ് നടത്തി കൊടുത്തത്? ആധാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോക്കുവരവ് നടത്താൻ കഴിയൂ. ആ ആധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പരിശോധിച്ച രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണണം. ഈ ഒയാസിസ് കമ്പനിക്ക് കൊടുത്ത ഭൂമികളിൽ ഭൂരിഭാഗം ഭൂമികൾ പട്ടയ ഭൂമികളാണ്. ആ വ്യവസ്ഥകളിൽ ഒരു കാരണവശാലും ഇൻഡസ്ട്രി അനുവദനീയമല്ല. പട്ടയ ഭൂമികളിൽ ഈ ഭൂമി വാങ്ങിയതും രജിസ്റ്റർ ചെയ്തതും അതുമായി ബന്ധപ്പെട്ട പട്ടയ വ്യവസ്ഥകളുടെ ലംഘനവും മിച്ചഭൂമി കൈവശപ്പെടുത്തിയതും തുടങ്ങിയതുമായി ബന്ധപ്പെട്ട ഈ എലപ്പള്ളി വില്ലേജ് ഓഫീസിലെ അടിസ്ഥാന രേഖകൾ കാണാനുള്ളതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭാ സ്പീക്കർക്ക് നിയമസഭാ സമിതി വിപുലമായ ഒരു അന്വേഷണം നടത്തണം. ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാവളപ്പിൽ, അതായത് ഈ രേഖകളൊക്കെ ഡിജിറ്റൽ ആക്കുന്ന സംവിധാനത്തിലേക്കൊക്കെ വന്നതിന് ശേഷം നടന്ന ഭൂ ഇടപാട് കൂടിയാണല്ലോ. ഈ രേഖ എവിടെ പോയി? അതുതന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷത്ത് മുൻ MLA ആയ അനിൽ അക്കര ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏതെങ്കിലും വാദങ്ങൾ ഉന്നയിക്കുകയല്ല, വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആരോപണം അനിൽ അക്കര ഉന്നയിക്കുന്നത്. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചു എന്നതാണ് പ്രധാനമായും അനിൽ അക്കര ആരോപിക്കുന്ന പ്രധാനമായിട്ടുള്ള കുറ്റം. 12 ഏക്കർ മാത്രം കൈവശം വയ്ക്കാൻ കഴിഞ്ഞിരിക്കെ 20-ലധികം ഏക്കർ ഭൂമി ഒയാസിസ് കമ്പനി കൈവശം വെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു രേഖകളും എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഇല്ല എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ വിഷയമാണെന്നാണ് അനിൽ അക്കര ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് പരാതി നിയമസഭാ സ്പീക്കർക്കും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് അനിൽ അക്കര ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും വിചിത്രമായ സംഗതി, ഏക്കർ കണക്കിന് ഭൂമിയുടെ കൈമാറ്റവും വിൽപ്പനയും ഇടപാടും നടന്ന സംബന്ധിച്ച രേഖകൾ വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ മറ്റെവിടെയാണ് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയ നിയമ വിഷയങ്ങളിലേക്കും അതുപോലെ തന്നെ ഗുരുതരമായ ഒരു പരാതിയിലേക്കും ആരോപണത്തിലേക്കും എത്തുന്നത്. സുജയ. ഓക്കെ, ജെയ്സൺ ചാവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.